വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പ്ലെയർ അനാലിസിസ് വീഡിയോ ആണ്. ആഡം വാർട്ടനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആഡം വാർട്ടൺ നിലവിൽ 21 വയസ്സുള്ള പ്ലെയറാണ്. ഇംഗ്ലീഷ് കളിക്കാരനാണ്. അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് സീസണിൽ അവർ FA കപ്പ് നേടിയിട്ടുള്ള ക്രിസ്റ്റൽ പാലസ് ടീമിലെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു നമ്മുടെ ആഡം വാർട്ടൺ എന്ന് പറയുന്നത്. ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. ഒരു ടിപ്പിക്കൽ ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ പ്രൊഫൈലാണ് ആഡം വാർട്ടൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ നോക്കുകയാണെങ്കിൽ പല ടീമിനെയും വാർട്ടണായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ വന്നു, ലിവർപൂളിൻ്റെ വന്നു, യുണൈറ്റഡിൻ്റെ പലപ്പോഴും വന്നു, സ്പേഴ്സിൻ്റെ വരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലിങ്ക് വരുന്നതൊക്കെ സ്പേഴ്സിനോടാണ്. സ്പേഴ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൈനിങ് ആവുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് അത്യാവശ്യം താല്പര്യമുള്ള ഒരു പ്ലെയറാണ് ആഡം വാർട്ടൺ എന്ന് പറയുന്നത്. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചില ടീമിനൊക്കെ ഒരു നമ്പർ 6 ആവശ്യമുണ്ട്. ഇപ്പം ലിവർപൂളിനൊരു ആവശ്യമുണ്ട്. കാരണം ഒരു പ്രോപ്പർ നമ്പർ 6 നോക്കുകയാണെങ്കിൽ മേ ബി അവർ വാർട്ടനെ നോട്ടം ഇട്ടേക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിലേക്ക് ഒരു പ്ലെയറൊക്കെ എത്തിക്കഴിഞ്ഞാൽ യുണൈറ്റഡിലെ മിഡ്ഫീൽഡിലെ കുറേ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ആവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം യുണൈറ്റഡിൻ്റെ കേസിൽ അവർക്ക് ഡീപ്പിൽ നിന്ന് കളി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളില്ല. ഐ മീൻ ഓപ്പണൻറ്റിൽ നിന്ന് ബോൾ വിൻ ചെയ്തു, സഹകളിക്കാരൻ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അടുത്തേക്ക് ഒരു പാസ് കൊടുക്കുന്നു, എന്നിട്ട് നോക്കി ഗെയിം റീഡ് ചെയ്ത് കൃത്യമായിട്ട് എന്താ പറയുക ബോൾ ഇങ്ങനെ വിങ്ങറിലേക്ക് എത്തിക്കുക. അപ്പോൾ കൂഞ്ഞുണ്ട്, അപ്പോൾ കൂഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിക്കുക, എംബ്യൂമോക്ക് എത്തിക്കുക. ഈ പണിയെടുക്കാൻ പറ്റുന്ന ഒരാളില്ല. അതേപോലെ തന്നെ ഒരു സ്പ്ലിറ്റിംഗ് ബോൾ ബ്രൂണോയിലേക്ക് ആ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അടുത്ത് നിന്ന് അങ്ങോട്ട് പോവുക, അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു DM ഇല്ലാത്തതിൻ്റെ കുറവ് യുണൈറ്റഡിന് നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും യുണൈറ്റഡ് ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആവും എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ട്. ഈ ഒരു പ്ലെയർ ഇപ്പം ഏറ്റവും ടോപ്പ് ലെവലിലാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം ഐ മീൻ എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിൽ കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലിക്കാവാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് ആഡം വാർട്ടൺ എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞൊരു FA കപ്പിലൊക്കെ ആളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഫൈനലിൽ എന്താ പറയുക ആ മിഡ്ഫീൽഡിൽ ആൾ എന്താ പറയുക റോക്ക് സോളിഡ് ആയിരുന്നു. ഡിഫെൻസീവ്ലി ആണെങ്കിലും അതുപോലെ തന്നെ ഗെയിം കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ പാസസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയാണ് ആഡം വാർട്ടൺ പുലർത്തിയിട്ടുണ്ടായിരുന്നത്. ആൾ ബോൾ എടുത്തിട്ട് ഒരുപാട് ക്യാരി ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല. ആളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പിൽ നിന്നിട്ട് ബെസ്റ്റ് പാസിങ് ഓപ്ഷൻ കണ്ടെത്തിയിട്ട് നല്ല രീതിക്ക് പാസ് കൊടുക്കുക, ലോങ് ബോൾസ് കൊടുക്കുക, ലോഫ്റ്റഡ് പാസസ് ഇങ്ങനെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, സ്പ്ലിറ്റിംഗ് ബോൾസ് കൊടുക്കുക. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ചെയ്യേണ്ട ഒരു ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ചെയ്യേണ്ട പണിയൊക്കെ ആൾ ആ ഒരു ക്രിസ്റ്റൽ പാലസിൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആൾ പെട്ടെന്നാണ് ആ ലൈംലൈറ്റിലേക്ക് കണ്ട് വന്നത്. ആൾ ആ ഒരു 2024 യൂറോ കപ്പിനുള്ള സ്ക്വാഡിൽ വളരെ സർപ്രൈസിങ് ആയിട്ട് വന്നു, അവസരം കിട്ടി, നന്നായിട്ട് കളിച്ചു. അപ്പം എല്ലാ മാനേജർമാരും ഈ ചങ്ങായിനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാ ക്ലബ്ബുകളും ഈ ഒരു പ്ലെയറെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ക്ലബ്ബുകളും നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത് ഏകദേശം 70 ആ ലെവലിലേക്കാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആൾ അടുത്തൊരു സീസണും കൂടെ ക്രിസ്റ്റൽ പാലസിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്റ്റൽ പാലസിൽ നിന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഐ മീൻ ഒരു ഇയറും കൂടെ കോൺട്രാക്റ്റിൽ കുറഞ്ഞല്ലോ, നെക്സ്റ്റ് സീസൺ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 50-60 ഈ ഒരു പ്ലെയറെ കിട്ടുവാണെങ്കിൽ നല്ലൊരു സൈനിങ് ആവും. എസ്പെഷ്യലി ഞാൻ യുണൈറ്റഡിൻ്റെ കേസാണ് എടുത്ത് പറയുന്നത്. യുണൈറ്റഡിന് അവിടെ ഒരു നമ്പർ 6 കുറവുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു പ്രൊഫൈലാണ് ഈ ഒരു ചങ്ങായി. പ്രോപ്പർ പാസറാണ്, പ്രോപ്പർ ഡീപ്പ് ലൈൻ പ്ലേ മേക്കറാണ്, നൈസായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ഡിഫൻസീവ്ലി അത്യാവശ്യം നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആള് 6 feet ഉണ്ട് ഹൈറ്റ്. എന്നാൽ ഡിഫൻസീവ്ലി നമ്മുടെ കൈസഡോനെ പോലെ ആണോ എന്ന് വെച്ചാൽ കൈസഡോനെ പോലെ ഒന്നുമല്ല, പക്ഷേ ഡിഫൻസീവ്ലി അത്യാവശ്യം പണിയെടുക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. എനിക്കൊന്ന് ഏരിയയിൽ ഇത്തിരി വീക്കാണോ എന്ന് സംശയമുണ്ട്. എനിവേ ഡിഫൻസീവ്ലി ഹീസ് ടു ഗുഡ്. പിന്നെ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ, പാസ് കൊടുക്കുന്ന കാര്യത്തിൽ, അതായത് ഗ്രൗണ്ടിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എടുക്കേണ്ട ചെറിയ ചെറിയ പണിയുണ്ടല്ലോ, അത് വൃത്തിക്ക് ചെയ്യുന്ന കാര്യത്തിൽ വിദഗ്ധനാണ് നിലവിൽ ആഡം വാർട്ടൺ. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുള്ള പ്ലെയറാണ്.
ഒരു റൈറ്റ് കോച്ചിൻ്റെ അടുത്തേക്ക് ഇനി എത്തിക്കഴിഞ്ഞാൽ, ഐ മീൻ ഒരു ബിഗ് ക്ലബ്ബിൽ ഇപ്പം ലിവർപൂളിലാണെങ്കിൽ ഇപ്പം സ്ലോട്ടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ യുണൈറ്റഡിലാണെങ്കിൽ അമോറിമിൻ്റെ ഒക്കെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡെവലപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉഗാർട്ടയൊക്കെ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും ഉഗാർട്ട ടെക്നിക്കലി അത്ര ഗിഫ്റ്റഡ് അല്ല, ഹീസ് ലൈക്ക് ഡിസ്ട്രോയർ. അപ്പം ഉഗാർട്ടയും ഈ ആഡം വാർട്ടണും കൂടെ പെയർ ചെയ്യുകയാണെങ്കിലോ, ഐ മീൻ ഒരു ഡിസ്ട്രോയർ പ്ലസ് ഒരു നല്ല പാസർ പ്ലസ് എന്താ പറയുക, അത്യാവശ്യം ബാലൻസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ, ഉഗാർട്ട അങ്ങോട്ട് ക്യാരി ചെയ്ത് പോകാനൊക്കെ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഈ ചങ്ങായാണെങ്കിൽ കുറച്ചും കൂടെ അവിടെ നിന്നിട്ട് വളരെ കാമായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ബോൾ കാലിലേക്ക് എത്തുമ്പോൾ തന്നെ ആ 1-2 ടച്ച് തന്നെ ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആൾ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആളുടെ ഓഫ് ദ ബോളിൽ ആൾ എപ്പോഴും ഡിഫെൻസീവിൽ റെഡി ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഈ ഓപ്പണൻറ്റിൻ്റെ പാസിങ് ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല ഫുട്ബോളിംഗ് ബ്രെയിൻ ഉള്ള പ്ലെയറാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. അപ്പം പ്രീമിയർ ലീഗിൽ വേറെ കുറേ നമ്പർ 6കളുണ്ട്. ഇപ്പോൾ ബലേബയൊക്കെ ഉണ്ട്. സോ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആകുമ്പോൾ വാല്യൂ കൂടും, 60, 70 അങ്ങോട്ടൊക്കെ ഉയരും, മീഡിയാസിൽ നിന്നുള്ളതും കൂടും. പക്ഷെ ഇനി വളരെ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.